നമുക്ക് പണ്ടാണെങ്കിൽ 10 ആളെടുത്താൽ 5 ആൾ UK ആയിരുന്നു. ഇപ്പം നേരെ തിരിച്ച് 5 ആൾ ജർമ്മനി എന്നുള്ള രീതിയിൽ പിയർ പ്രഷർ കൊണ്ട് പോകുന്ന ആൾക്കാർ, സൊസൈറ്റൽ പ്രഷർ കൊണ്ട് പോകുന്ന ആൾക്കാർ, ജർമ്മനി ഇസ് നോട്ട് ഫോർ ദം. അവർ ഓൾറെഡി സ്കോളർഷിപ്സ് ഉള്ള കോഴ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റുഡൻസിന് എപ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ, വിൻ്റർ ഇൻടേക്കിലേക്ക് എപ്പോഴാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. അടുത്തൊരു 50-60 ഇയേഴ്സിലേക്ക് സർവൈവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളില്ലാതെ ഡെഫിനറ്റ്ലി ആയിട്ടും അപ്ഗ്രഡേഷൻസ് വരും, ബട്ട് അഗെയിൻ സർവൈവ് ചെയ്യാൻ പോകുന്ന ഫീൽഡുകളിലൊന്നാണ് ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ ലാസ്റ്റ് സമയം സംസാരിക്കുമ്പോൾ സമ്മർ ഇൻടേക്കാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡിസംബർ 1 മുതൽ വിൻ്റർ ഇൻടേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. സമ്മറിൽ നിന്ന് വിൻ്ററിലേക്ക് വരുമ്പോൾ സാറ് കാണുന്ന ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം വിൻ്റർ ഇൻടേക്കിലേക്ക് വരുമ്പോൾ? ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം വിൻ്ററാണ് മെയിനായിട്ട് ഇൻടേക്ക്. സമ്മർ ശരിക്കും ചെറിയൊരു ഇൻടേക്കാണ്, ഒരുപാട് കോഴ്സസ് ഇല്ലാത്ത കുറച്ച് കോഴ്സസ് മാത്രമേ ഉള്ളൂ. വിൻ്റർ ഇൻടേക്കാണ് മെയിനായിട്ടുള്ള ഒരു ഇൻടേക്ക് എന്ന് പറയും. സ്റ്റുഡൻസിന് എപ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ, വിൻ്റർ ഇൻടേക്കിലേക്ക് എപ്പോഴാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ നവംബറാണ് അടുത്ത വിൻ്ററിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള റൈറ്റ് ടൈം. നമ്മുടെ APS മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട തുടങ്ങുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇതിനൊരു ലോങ് പ്രോസസ്സ് ആണല്ലോ, ഒരു പ്രോപ്പർ പ്ലാനിങ് വേണം. ഏകദേശം ഒരു 1 ഇയറിൻ്റെ അടുത്ത് തന്നെ പ്ലാനിങ് വേണം. സോ പല യൂണിവേഴ്സിറ്റീസും ഏകദേശം ഡിസംബർ തൊട്ടിട്ട് തന്നെ ഓപ്പൺ ആയി തുടങ്ങും. ഇപ്പോൾ വിൻ്റർ ഇൻടേക്കിലേക്കുള്ള യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ 2025 വിൻ്റർ ഇൻടേക്ക് ആണെന്നുണ്ടെങ്കിൽ ഡിസംബർ 2024 തൊട്ടിട്ട് തന്നെ യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആയി തുടങ്ങും. അപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹാംബർഗ് ഓപ്പൺ ആണ്, എനിക്ക് തോന്നുന്നു TU ഫ്രൈബർഗ് ഓപ്പൺ ആണ്. ചില യൂണിവേഴ്സിറ്റീസിൻ്റെയൊക്കെ ഡെഡ് ലൈൻ വരുന്നത് January 15 ആണ്. RWTH ഓപ്പൺ ആണ്. ഇപ്പോൾ സ്റ്റുഡ്ഗാർട്ട് ഓപ്പൺ ആണ്. സ്റ്റുഡ്ഗാർട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കോഴ്സസിൻ്റെ ഡെഡ് ലൈൻ വരുന്നത് January 15 ആണ്. അതായത് 2025 വിൻ്ററിലേക്കുള്ള ഡെഡ് ലൈൻ വരുന്നത് 2025 ജനുവരിയിലാണ് വരുന്നത്. അവർ ഓൾറെഡി സ്കോളർഷിപ്സ് ഉള്ള കോഴ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. അഡ്മിഷൻ വന്നു തുടങ്ങി. ഓൾറെഡി വിൻ്ററിലേക്കുള്ള ഓഫർ ലെറ്റേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. സോ ഒരു ഐഡിയൽ ടൈം, പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഐഡിയൽ ടൈം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടങ്ങണം എന്ന് ഞാൻ പറയും. എന്താണെന്ന് വെച്ചാൽ APSന് ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണല്ലോ. ഇപ്പോൾ തന്നെ അവർ APSന് പ്രിപ്പയർ ചെയ്യുന്നു, APSന് അപ്ലൈ ചെയ്യുന്നു ആക്ച്വലി. ഓക്കെ, IELTS പ്രിപ്പറേഷൻ ഒരു 1 month 1.5 month അക്കോർഡിംഗ് ടു സ്റ്റുഡൻറ്റ് അത് വേരി ചെയ്യുന്നൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് അവർ ചെയ്ത് നോക്കുന്നു. പിന്നെ ഇതിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റിംഗ്. നമ്മളടുത്തേക്ക് വരുന്ന സ്റ്റുഡൻസ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കൂടെ ഇരുന്നിട്ട് അവർക്ക് വേണ്ട യൂണിവേഴ്സിറ്റീസ്, അവരുടെ മാർക്ക് ഫിറ്റ് ആവുന്ന, അതായത് അവരുടെ ഗ്രേഡ് നോക്കി അത് റിക്വയർമെൻറ്റ് ഫിറ്റ് ആവുന്ന യൂണിവേഴ്സിറ്റീസ് ആണല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ആ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ഇറ്റ് സെൽഫ് ഇസ് എ പ്രോസസ് ആക്ച്വലി. അപ്പോൾ അതിലേക്ക് ചില യൂണിവേഴ്സിറ്റീസ് അവർക്ക് വളരെ താല്പര്യമുള്ള കോഴ്സസ് December 1 ഓപ്പൺ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ഷുഡ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫ്രം നൗ ഇറ്റ് സെൽഫ്. സോ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നോക്കുന്ന സമയത്തേക്ക് ഇതാണ് ഒരു ഐഡിയൽ ടൈം. ഓക്കെ, അപ്പോൾ ഡിസംബർ തൊട്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഇപ്പം അവരുടെ യൂണിവേഴ്സിറ്റീസ് പല സമയത്തേക്കായിരിക്കും ഓപ്പൺ ആവുന്നുണ്ടാവുക. അപ്പോൾ ചില സമയത്തേക്ക് ഓഫർ ലെറ്റേഴ്സ് ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്ക് വരും. ഫെബ്രുവരി ആകുമ്പോഴേക്ക് ഓഫർ ലെറ്റർ വെറ്റുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് എ ലോട്ട് ഓഫ് ടൈം, ലൈക്ക് വിസയ്ക്കുള്ള പ്രിപ്പറേഷൻ, ഫൈനാൻസ് പ്ലാൻ ചെയ്യാനും, ഇൻ കേസ് ഇഫ് ദേ ആർ ഗോയിങ് ഫോർ എ സ്റ്റുഡൻറ്റ് ലോൺ ഉണ്ടോ അത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം അവർക്ക് കിട്ടുന്നു. പിന്നെ വിസയ്ക്ക് സ്ലോട്ട് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ നോക്കി വെക്കണം. വിസ സ്ലോട്ട്സ് പ്ലാനിങ്ങിന് പ്രോപ്പറായിട്ട് കിട്ടും. പിന്നെ വേറൊരു കാര്യം അക്കോമഡേഷൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് വൺ സിനാരിയോ ആക്ച്വലി. ഇനി ഒരു സിനാരിയോ, ഒരു സ്റ്റുഡൻറ്റിന് അവർക്ക് വേണ്ട കോഴ്സസ് അപ്പം, അതായത് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഇപ്പോൾ തൊട്ടിട്ട് അപ്ലൈ ചെയ്ത് കിട്ടുന്നു. അപ്പോൾ നമുക്ക് വളരെ ചില ആൾക്കാർ എനിക്ക് ഇന്ന കോഴ്സ് തന്നെ വേണം, ഫോർ ദാറ്റ് മാറ്റർ. ഇപ്പോൾ ചില സ്റ്റുഡൻസ് EC കഴിഞ്ഞ സ്റ്റുഡൻസ് എംബഡഡ് തന്നെ വേണം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എംബഡഡിൻ്റെ ചില യൂണിവേഴ്സിറ്റീസിൻ്റെ ഡെഡ് ലൈൻ കിടക്കുന്നത് ഓപ്പൺ ആവുന്നത് തന്നെ May 15 അപ്പം ഈ സമയത്തേക്ക് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു. അഡ്മിഷൻ കിട്ടാതെ വരികയാണെങ്കിൽ, അൺഫോർച്ചുനേറ്റ് സിനാരിയോയിൽ ഇപ്പോൾ അഡ്മിഷൻ കിട്ടുന്നില്ല, നമുക്ക് ഇനി ഒന്ന് കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ളൊരു ആംഗിൾ നോക്കണമെന്നുണ്ടെങ്കിൽ, അതായത് വേറെ കോഴ്സസ് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിനുള്ളൊരു സമയം കിട്ടും, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ട്രൈ ചെയ്യാനുള്ള സമയം കിട്ടും. സോ റൈറ്റ് ആയിട്ടുള്ളൊരു ടൈം, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള ടൈം ജർമ്മനീനെ സംബന്ധിച്ചിടത്തോളം 1 വർഷം മുമ്പേ, അതായത് ഈ ഡിസംബർ വെച്ചിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ബി റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദം ഓർ ഹെൽപ്ഫുൾ ഫോർ ദം. ഞാൻ ചെയ്തത്. ഓക്കെ, നമുക്ക് ഈ ചേഞ്ചസ് എങ്ങനെ പറയാം? ഇപ്പോൾ സമ്മറിൽ നിന്ന് വിൻ്ററിലേക്ക് വരുമ്പോൾ വരുന്ന ചേഞ്ചസ് ഉണ്ടാവില്ല. ഇപ്പം നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, അതുപോലെ കോഴ്സസിൻ്റെ എണ്ണം, സീറ്റ്സ് കൂടുന്നത്. അപ്പോൾ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ വിൻ്ററിലേക്ക് വരുമ്പോൾ മെയിനായിട്ടുള്ള ഡിഫറൻസ് വേറെ ഏതെങ്കിലും ഉണ്ട്? അപ്പോൾ അതായത് സാധാരണ വരുമ്പോൾ പാർട്ട് ടൈം ജോബ് അവൈലബിലിറ്റി സാധാരണ സമ്മറിൽ കൂടുതലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വിൻ്റർ ആവുന്ന സമയത്തേക്ക് ഇവർ പോകുമ്പോഴേക്കും തന്നെ അവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇവർ പോകുന്നത് ഇവിടുന്ന് ഒക്ടോബർ ആയിരിക്കുമല്ലോ. ആ ഒക്ടോബറിൽ അവിടെ പോയിട്ട് ചിലപ്പം ഔട്ട്സൈഡിലുള്ള ജോബ്സിനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഡെഫിനറ്റ് ആയിട്ടും നമ്മളൊരു പുതിയ കൺട്രിയിലേക്ക് പോയി അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ യൂസ്ഡ് ആയിട്ട് വരാനുള്ളൊരു സമയം ദാറ്റ് മാറ്റേഴ്സ്. സോ അങ്ങനെ വരുന്ന സമയത്തേക്ക് ആക്ച്വലി കുറച്ചൊരു ബുദ്ധിമുട്ട് സ്റ്റുഡൻസിന് ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ അവിടെയൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അക്കോമഡേഷൻ ആണെങ്കിലും ഇവർക്ക് ഇവിടെ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ അതിനൊക്കെ ആക്ച്വലി അവരുടെ പ്രിപ്പറേഷൻ, നേരത്തെയുള്ള പ്രിപ്പറേഷൻ ഹെൽപ്പ് ആവും.
പിന്നെ വിൻ്ററിലേക്കും സമ്മറിലേക്കും വരുന്ന ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ, അതായത് ജനറൽ ഡിഫറൻസ് അല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതായത് 2024 വിൻ്റർ 2023 വിൻ്റർ ആൻഡ് 2024 വിൻ്റർ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സസിൻ്റെ കുറേ സ്ട്രക്ചർ മാറി, അഡ്മിഷൻ ക്രൈറ്റീരിയ മാറി, IELTS റിക്വയർമെൻറ്റ്സ് മാറ്റി. നമുക്ക് 7.5ഉം 8ഉം CGPA വെച്ചിട്ട് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്നിരുന്ന കോഴ്സസ് ഇപ്പം 8.9 CGPS വെച്ചിട്ട് വരെ റിജക്ഷൻ വരുന്നു, റൈറ്റ്. പിന്നെ കുറേ കോഴ്സസ് അവരുടെ IELTS റിക്വയർമെൻറ്റ് B2 ഉണ്ടായിരുന്നത് C1 ആക്കി മാറ്റി. കുറേ കോഴ്സസ് ആക്ച്വലി GRE മാൻഡേറ്ററി ആക്കി തുടങ്ങി. ഓക്കെ, GREക്ക് ഒരു ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെയൊക്കെ ഒരു ബേസ് റീസൺ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം അത്രയധികം കൂടി. ഇപ്പം കൺട്രീസ്, ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK പോലത്തെ സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷൻ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ടേക്കിംഗ് എ ബാക്ക് സീറ്റ് നൗ, റൈറ്റ്. കാനഡ കുറച്ച് ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നില്ല. ഓസ്ട്രേലിയ ഇസ് ഡെഫിനറ്റ്ലി കോസ്റ്റ്ലി. സോ സ്റ്റുഡൻസ് നോക്കുന്ന സമയത്തേക്ക് ജർമ്മനി ഈസ് എ ഫീസിബിൾ ഓപ്ഷൻ. സോ അതുകൊണ്ട് തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക്, അഗൈൻ ഫ്രീ ഓഫ് എഡ്യൂക്കേഷൻ, റൈറ്റ്, ഫ്രീ ഓഫ് കോസ്റ്റ്. സോ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു സ്റ്റുഡൻസിൻ്റെ ഫ്ലോ ഭയങ്കരമായിട്ട് കൂടി. എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ്, മുമ്പ് ചൈനയായിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോയിരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഓവർടേക്ക് ചെയ്തിട്ട് ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത്. ക്ലോസ് ടു 43,000 or 45,000 വിസാസ് ആർ ഇഷ്യൂഡ് ലൈക്ക് ലാസ്റ്റ് ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇൻക്രീസിംഗ്ലി കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജനറൽ ഡിഫറൻസ് അല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഓരോ ഇൻടേക്ക് കഴിയുമ്പോഴേക്കും ഇൻക്രീസിംഗ്ലി കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മനി. വി ക്യാൻ സേ ദാറ്റ്. നമുക്ക് പണ്ടാണെങ്കിൽ 10 ആളെടുത്താൽ 5 ആൾ UK ആയിരുന്നു. ഇപ്പൊ നേരെ തിരിച്ച് 5 ആൾ ജർമ്മനി എന്നുള്ള രീതിയിലേക്ക് ആ ഒരു നമ്പേഴ്സ് വളരെയധികം. പണ്ട് ജർമ്മനി പോകുന്ന ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ 4 5 അത്ര ആ ഒരു ലിമിറ്റിൽ വരുന്നുണ്ട്. ജർമ്മനി പണ്ട് എല്ലാവരും 2 പ്രാവശ്യം ആലോചിക്കായിരുന്നു. ലാംഗ്വേജ് പഠിക്കണം, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ എപ്പോഴും. എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ സിറ്റുവേഷൻ അറിഞ്ഞിട്ടും പിന്നെ അവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അറിഞ്ഞിട്ടും പോകുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും. പബ്ലിക്കിലേക്ക് മാത്രമല്ല, പബ്ലിക്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡിമാൻഡ് ഉണ്ട്, ബട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഓൾസോ ഇൻക്രീസിംഗ്ലി ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് പറഞ്ഞപ്പം ഇപ്പോൾ ഒരു സോഷ്യൽ പ്രഷർ കാരണം പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു ഫ്രണ്ട്സ് പിയർ ഗ്രൂപ്പിൻ്റെ ഒരു പ്രഷർ, അതല്ലാണ്ട് സീരിയസ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതായത് ശരിക്കും ഒരു സ്റ്റഡി അബ്രോഡ് എന്നുള്ള ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. നമുക്കും അങ്ങനത്തെ കുറേ സ്റ്റുഡൻസ് വരാറുണ്ട്, മൾട്ടിപ്പിൾ ടൈപ്സ് ആൾക്കാരും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു ആസ്പിറൻറ്റിനെ അയാളോട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ ഒരു ജേണി എങ്ങനെ ആയിരിക്കണം ആൾ ആദ്യം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ? ഇതിൽ ആദ്യത്തെ കേസ്, ആദ്യം പറഞ്ഞ 2 കേസ് ഉണ്ടല്ലോ, പിയർ പ്രഷർ കൊണ്ട് പോകുന്ന ആൾക്കാർ, സൊസൈറ്റൽ പ്രഷർ കൊണ്ട് പോകുന്ന ആൾക്കാർ. ജർമ്മനി ഈസ് നോട്ട് ഫോർ ദം. ജർമ്മനി പ്യുവർ ആയിട്ടൊരു അക്കാദമിക് പെർസ്പെക്റ്റീവിൽ അത്യാവശ്യം നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രം നിങ്ങൾ പോകുന്ന ഒരു പോകേണ്ട ഒരു കൺട്രിയാണ്. ഇപ്പം എഡ്യൂക്കേഷൻ യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ്, അല്ലേ? ഫ്രീ ഓഫ് കോസ്റ്റ് ആവുന്ന സമയത്തേക്ക് ഇറ്റ് കംസ് വിത്ത് ഇറ്റ്സ് ഓൺ ചാലഞ്ചസ്. സോ അതുകൊണ്ട് ഇതൊരിക്കലും ഒരു കേക്ക് വാക്ക് ആണെന്നോ അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ള പ്രോസസ്സ് ആണെന്നോ നോ വൺ ഷുഡ് ഇമാജിൻ ദാറ്റ്. ഓക്കെ, പ്രിപ്പറേഷൻ ശരിക്കും ഞാൻ പറയുമ്പോൾ അവർ തുടങ്ങേണ്ടത് മേ ബി അവരുടെ ബാച്ചിലേഴ്സ് ഇയേഴ്സ് തന്നെ തുടങ്ങണം. ജർമ്മനി സ്പെസിഫിക് ആയിട്ട് എയിം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് സ്റ്റാർട്ട് ദെയർ പ്രിപ്പറേഷൻ റൈറ്റ് ഫ്രം ദ ബാച്ചിലേഴ്സ്. ഫൈനൽ ഇയർ ടൈം തൊട്ടിട്ട് തന്നെ അവർക്ക് തുടങ്ങാവുന്നതാണ്. ആക്ച്വലി ഒന്ന് ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേര്, ജർമ്മനിയിലുള്ള സ്റ്റുഡൻസ് തന്നെ നമ്മളടുത്ത് വിളിക്കുമ്പം പറയുന്ന ഒരു കാര്യം, അന്ന് ചേട്ടൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് പറയും, ലാംഗ്വേജ് പഠിക്കായിരുന്നു എന്ന് പറയും. ഇപ്പോൾ പഠിക്കുന്ന സമയത്തേക്ക് പാർട്ട് ടൈം ഡെഫിനറ്റ്ലി പാർട്ട് ടൈമിന് വേണം. പാർട്ട് ടൈം സംഭവം ദേ വിൽ മാനേജ് വിത്തൗട്ട് ലാംഗ്വേജ് ഓൾസോ ദേ വിൽ മാനേജ് സംഭവം. പാർട്ട് ടൈം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആൾക്കാരുടെയൊക്കെ ഏകദേശം കോഴ്സ് കഴിഞ്ഞു തുടങ്ങി. അവർ ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്തേക്ക് B1 ചോദിക്കുന്നു, അല്ലേ? ഈ പ്രോസസ്സ് അവർ കുറച്ച് നേരത്തെ തുടങ്ങിയിരുന്നെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അവർക്ക് എളുപ്പമായിരുന്നു. ലാംഗ്വേജ് എളുപ്പമാകുമായിരുന്നു. പിന്നെ അത് ലാംഗ്വേജ് പഠിക്കുക, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം IELTSൻ്റെ ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ ചെയ്യുക, അല്ലേ? IELTSന് എല്ലാ സ്റ്റുഡൻസും എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഞാൻ IELTS ക്ലിയർ ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ ഏത് കൺട്രി പോകണം. അങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു I'll say 60% ഓഫ് സ്റ്റുഡൻസ്. ജർമ്മനിയുടെ കേസിൽ അങ്ങനെയല്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏതെങ്കിലും ഒരു കോഴ്സ്, എനിക്ക് ഇന്ന കോഴ്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ അതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കണം. മിക്കവാറും ഒരു CFR ലെവൽ C1, അതായത് IELTS ബാൻഡ് 7 തന്നെ, അതിന് 7 and above തന്നെ വേണ്ടി വരും. അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രിപ്പറേഷൻ അവർ നേരത്തെ തുടങ്ങണം, അല്ലേ? അവരുടെ ലാംഗ്വേജ് സ്കിൽസ് നേരത്തെ അനലൈസ് ചെയ്തിട്ട് ആ ഒരു പ്രിപ്പറേഷൻ അവർ നേരത്തെ ചെയ്യേണ്ടതുണ്ട്, റൈറ്റ്? പിന്നെ ഈ APS പോലത്തെ സർട്ടിഫിക്കറ്റ്സ് കുറച്ച് കൂടുതൽ പ്രിപ്പറേഷൻ, കുറച്ച് നേരത്തെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. മേ ബി വേണമെങ്കിൽ അവർക്ക് ബാച്ചിലേഴ്സ് പഠിക്കുമ്പോഴും അത് അപ്ലൈ ചെയ്യാം. S7 അല്ലെങ്കിൽ S8 പഠിക്കുന്ന സമയത്തേക്കും അത് അപ്ലൈ ചെയ്യാം. പിന്നെ GRE ആൻഡ് GMAT പോലത്തെ എക്സാംസ്. ഇപ്പോൾ ടെക്നിക്കൽ സൈഡിലുള്ള ഒരു കോഴ്സിന് നോക്കുന്ന ഒരാളാണെങ്കിൽ GRE എക്സാം ഡെഫിനറ്റായിട്ടും അവരുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ചെയ്യും.
അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് കൂടുതൽ കൊടുക്കും. ഇപ്പോൾ ചില കോഴ്സസ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് സ്റ്റുഡൻസ് എഴുതി ക്ലിയർ ചെയ്യുന്നത് ജസ്റ്റ് ഒരു GRE സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവൻ ദോ യുവർ CGPA കുറച്ച് കുറവാണെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടും. FIയിലുള്ള കോഴ്സസിനുണ്ട്, FIU എറണാകുളമുള്ള കോഴ്സസിന്, DIT ഗഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കോഴ്സസിന് അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട്. കുറേ യൂണിവേഴ്സിറ്റീസ് കുറച്ച് യൂണിവേഴ്സിറ്റീസ് നമ്മൾ പറഞ്ഞു, കുറേ യൂണിവേഴ്സിറ്റീസിന് അങ്ങനെയുണ്ട്. സോ GREക്ക് ഒരു ഇൻക്രീസിങ് ഇത് തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഗേറ്റ് സ്കോർ ഓൾസോ ആക്ച്വലി ടെക്നിക്കൽ സൈഡ് നോക്കുന്ന സമയത്തേക്ക് ഗേറ്റ് സ്കോറിനും അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റ് സൈഡ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ BBA അല്ലെങ്കിൽ BCom ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് കോഴ്സസിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. സീറ്റ്സ് കോമ്പറ്റീറ്റീവ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഫുൾ ഡേയിൽ കണ്ട കോഴ്സ് ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് അല്ലേ. നമുക്ക് അവിടെ 2.3 വെച്ചിട്ട് 2.2 വെച്ചിട്ട് കിട്ടിയ കോഴ്സ് ഇത്തവണ അവർ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ജർമ്മൻ ഗ്രേഡ് 1.4 ആണ്. 1 ഇയർ കൊണ്ട് ഒന്ന് ചേഞ്ച് ആണ്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ ഇവരെന്തായി പറയുന്നത് 2.2 വെച്ചിട്ട് കിട്ടിയിട്ട് ജർമ്മൻ ഗ്രേഡിംഗ് സിസ്റ്റം ഇസ് ഡിഫറെൻറ്റ്. അതായത് ജർമ്മൻ ഗ്രേഡിംഗ് സിസ്റ്റം നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. 1 to 4 ആണെങ്കിൽ ജർമ്മൻ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ 1 ആണ് നല്ല ഗ്രേഡ്. സോ 2.2 ആണോ നല്ലത് 1.4 ആണോ നല്ലതെന്ന് വെച്ചാൽ ജർമ്മൻ ഗ്രേഡിംഗ് സിസ്റ്റം 1.4 ഇസ് ബെറ്റർ, റൈറ്റ്. അപ്പോൾ അവിടെ ആക്ച്വലി GMAT വിൽ ഹെൽപ്പ്. GMAT പോലത്തെ കോഴ്സസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിലെല്ലാം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അവർ പോകുന്ന യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ട് അവർക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. വെദർ ദേ ആർ ഗോയിങ് ടു എ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓർ എ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ്. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് പോഡ്കാസ്റ്റുകളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് അഗെയിൻ ഇഫ് സമ്മൺ ഇസ് സീയിങ് ദിസ് അഗെയിൻ ആസ് എ ന്യൂ ആസ്പിറന്റ്, ഞാൻ പറയുകയാണ് അവർക്ക് ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഈസ് പ്രോബബ്ലി റിസർച്ച് ബേസ്ഡ്. കൂടുതലുമായിട്ട് അതിൻ്റെ ഒരു റിസർച്ചിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ആണെങ്കിൽ പ്രാക്ടിക്കൽ. അപ്പം നിങ്ങൾക്ക് പോകുന്ന കോഴ്സിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ള ഒരു പ്രോപ്പർ ക്ലാരിറ്റി ആദ്യമേ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലൊരു ഒരു കാര്യം. ഓക്കെ. ആൻഡ് അനദർ തിങ്, പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചിലപ്പോൾ ക്രെഡിറ്റ്സ് കുറവായിരിക്കും. ഇപ്പോൾ KTUലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 162 ക്രെഡിറ്റ്സേ വരുന്നുള്ളൂ, വിച്ച് വെൻ കൺവേർട്ടഡ് ടു ECTS അത് അതിനേക്കാളും കുറവായിരിക്കും. സോ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്ട്രാ കോഴ്സസ് കുറച്ച് എടുക്കുക. മേ ബി NPTEL പോലത്തെ പോർട്ടൽസിൽ അവർക്ക് കുറച്ച് കോഴ്സസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്റേൺഷിപ്സ് ഫോർ ദാറ്റ് മാറ്റർ, ഇന്റേൺഷിപ്സ് കുറച്ച് ചെയ്യാം. ഇന്റേൺഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വാല്യൂ അഡീഷൻ ആണ്. പ്രൊഫൈൽ ബൂസ്റ്റിംഗ് ആണ്. അത് ആക്ച്വലി ഞാൻ പറയുന്നത് ഒരു പ്രോപ്പർ പ്ലാനിങ് ഇതിന് വേണം, റൈറ്റ്. അണ്ടർ എ പ്രോപ്പർ മെൻഡർ നിങ്ങൾ ആ ഒരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറയും. യു ഷുഡ് ഹാവ് എ പ്രോപ്പർ റോഡ് മാപ്പ് ഫോർ ദിസ്, റൈറ്റ്. അങ്ങനെയായിരിക്കും നമുക്കതിനൊരു പ്ലാനിങ് എന്നുള്ള രീതിയിലേക്ക് വി ക്യാൻ സേ ലൈക്ക് ദാറ്റ്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യണം ആ ഒരു ഏരിയ എങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ടത് ശരിക്കും കോഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടത്. ഫസ്റ്റ് നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ് നോക്കാം, അതിൻ്റെ ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് IELTS പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുക, ഡെഡ് ലൈൻസ് നോക്കിയിട്ട് നമ്മുടെ APS പ്ലാൻ ചെയ്യുക. അതെ, ആ ഒരു പെർസ്പെക്റ്റിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അതെ അതെ അതെ. പിന്നെ അഡീഷണൽ ആയിട്ട് അവർക്ക് വേണ്ട ക്രെഡിറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, GRE വേണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ആ രീതിയിലേക്ക് അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ GREൻ്റെ കേസ് നമ്മൾ സംസാരിച്ചു, GMAT പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ഗേറ്റോ അല്ലെങ്കിൽ CAT എക്സാംസ് അങ്ങനത്തെ ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? CATന് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഗേറ്റ് കുറേ യൂണിവേഴ്സിറ്റിയിലേക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും ഗേറ്റിനേക്കാളും ഒരു ഇമ്പോർട്ടൻസ് കണ്ടിട്ടുള്ളത് GREക്കാണ് ആക്ച്വലി. ഇപ്പോൾ ഈ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് നമ്പേഴ്സ് വളരെ കുറവാണ്. ഇപ്പോൾ RWTHൽ ഒരു ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്, അതിന് റിക്വയർമെൻ്റ് ആയിട്ട് അവർ GRE തന്നെ ചോദിക്കുന്നുണ്ട്. CGPA കുറച്ച് കുറവാണെങ്കിലും അഡ്മിഷൻ കിട്ടുന്നത്, ഇഫ് യു ഹാവ് എ GRE സ്കോർ അഡ്മിഷൻ കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ GREൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് ലൈക്ക് എവിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഫൈനൽ ഇയർ പഠിക്കുന്ന ആൾക്കാർക്ക് അവർ ഓൾറെഡി ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അതെ. സോ അതിൻ്റെ കൂടെ GREയും കൂടി കൺസിഡർ ചെയ്യുന്നത് അഡ്മിഷൻ കിട്ടുന്ന ഒരു പ്രോബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം വേറെ കോഴ്സസിൻ്റെ കേസിൽ വരികയാണെങ്കിൽ അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞൊരു ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്, എല്ലാവരും ഡാറ്റാ സയൻസ് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. കമ്പ്യൂട്ടർ സയൻസ് ആരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുക എനിക്ക് ഡാറ്റാ സയൻസ് വേണം അല്ലെങ്കിൽ AI വേണം, ആ രീതിയിലാണ് അവർ സംസാരിക്കാറുള്ളത്. അതിനെ അപ്രോച്ച് ചെയ്യണം മൊത്തം അങ്ങനെ. അപ്പോൾ അതെ അതെ അതെ. കാരണം ഒന്നാമത് ടോപ്പ് ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അടുത്തൊരു 50-60 ഇയേഴ്സിലേക്ക് സർവൈവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളില്ലാതെ ഡെഫിനറ്റ്ലി ആയിട്ടും അപ്ഗ്രഡേഷൻസ് വരും. ബട്ട് അഗെയിൻ സർവൈവ് ചെയ്യാൻ പോകുന്ന ഫീൽഡുകളിലൊന്നാണ് ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് നമുക്ക് എങ്ങനെയാണ് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക? CS ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ AI, സൈബർ സെക്യൂരിറ്റി, അങ്ങനെ ഒരു ഡാറ്റാ സയൻസ് പറയുകയാണെങ്കിൽ നല്ല കോമ്പറ്റീറ്റീവ് ആണ്. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആസ് ഡാറ്റാ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ ഒരു 8.5 CGPA എബോവ് ആയിരിക്കണം ഓൺ ആൻ ആവറേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസസ് ഉള്ളത്.
വിത്ത് വർക്ക് എക്സ്പീരിയൻസ്. ഓക്കെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രിഫറൻസ് വിൽ ഗോ ടു എ പേഴ്സൺ ഹു ഇസ് ഹാവിംഗ് വർക്ക് എക്സ്പീരിയൻസ്. അത് ഇതിൽ മാറ്റർ ആണ്. നമുക്ക് പ്രീവിയസ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു കേസിൽ. യെസ് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഒരു 8 years എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആളുടെ പ്രൊഫൈൽ തന്നെ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ അതെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് 8 years ഡാറ്റാ സയൻസിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് ഷീ ഗോട്ട് അഡ്മിഷൻ ടു ബെർലിനിൽ തന്നെ കിട്ടി BHD അല്ലേ? ഓക്കെ ബട്ട് അറ്റ് ദ സെയിം യൂണിവേഴ്സിറ്റിയിൽ 8.9 CGPA വിത്ത് 2 year എക്സ്പീരിയൻസ് റിജക്ഷൻ വന്നിട്ടുണ്ട്. അതെ സോ ഡെഫിനറ്റ്ലി അത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അതെ അത് ഡാറ്റാ സയൻസ് പോലത്തെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് കുറേ നമ്മളടുത്ത് ഇപ്പം കുറച്ച് CGPA കുറഞ്ഞ ആൾക്കാർ 60-65 ഒക്കെ ഉള്ള ആൾക്കാർ 5-6 years എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വരാറുണ്ട്. അവർക്കൊക്കെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഡാറ്റാ സയൻസ് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇഫ് ദേ ഹാവ് എ പ്രോപ്പർ പ്ലാൻ ദേ ക്യാൻ കൺസിഡർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആസ് വെൽ. ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ കേട്ടോ. ഐ എം നോട്ട് പ്രൊമോട്ടിങ് ഇൻ യൂണിവേഴ്സിറ്റി, ബട്ട് ഇഫ് യു ഹാവ് എ പ്രോപ്പർ പ്ലാൻ, അതായത് അവിടെ എത്തിയിട്ട് വർക്കിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് ചെയ്യാനും, അല്ലെങ്കിൽ ചില ആൾക്കാരെങ്കിലും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് നോക്കുന്നുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇഫ് യു ക്യാൻ ഡു എ 1 year മാസ്റ്റേഴ്സ്. 1 year മാസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. വിത്ത് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ഹാവ് 1 year മാസ്റ്റേഴ്സ്. വിത്ത് 1 year മാസ്റ്റർ യു വിൽ ഗെറ്റ് എ 1.5 years സ്റ്റേ ബാക്ക്. സോ വർക്കിംഗ് പ്രൊഫഷണൽസിന് അത് ആലോചിക്കാവുന്ന ഒരു കേസാണ്. സാർ അതുപോലെ സൈബർ സെക്യൂരിറ്റിൻ്റെ ഫീൽഡിലേക്ക് വരുമ്പോഴും സെയിം ഇഷ്യൂസ് ഉണ്ട്. സൈബർ സെക്യൂരിറ്റി എപ്പോഴും പ്രശ്നമാണ്. ആകെ 4 യൂണിവേഴ്സിറ്റിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് വരുന്നുള്ളൂ. സാർലൻഡിൽ വരുന്നുണ്ട്, പിന്നെ BTU കോഡ്ബസിൽ വരുന്നുണ്ട്, പിന്നെ ലുബക്കിൽ, ഡാംസ്റ്റാറ്റിൽ അത് IT സെക്യൂരിറ്റി വരുന്നുണ്ട്. ഈ 4 കോഴ്സിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയധികം ആൾക്കാർ എല്ലാവരും ചോദിച്ചു വരും. ഒരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ തൊട്ടിട്ട് 5-8 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരെ ചോദിച്ചു വരുന്നത് സൈബർ സെക്യൂരിറ്റിയാണ്. സെക്യൂർ ചെയ്യുക അഡ്മിഷൻ അത്ര എളുപ്പമല്ല ആക്ച്വലി. അതിൻ്റേതായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ അതും ഒന്ന് IT പ്രൊഫഷണൽസ്, പ്രത്യേകിച്ച് വർക്കിംഗ് പ്രൊഫഷണൽസ് സൈബർ സെക്യൂരിറ്റി ഒക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു പ്ലാൻ ഇറ്റ് പ്രോപ്പർലി. ഇൻ ദ വേഴ്സ്റ്റ് കേസ് ഇഫ് പബ്ലിക് ഈസ് നോട്ട് വർക്കിംഗ്, വാട്ട് ഈസ് മൈ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ അത് പ്ലാൻ ചെയ്തിട്ട് ദേ ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്. പിന്നെ എക്സ്ട്രാ കോഴ്സ് ഒക്കെ അവർ സൈബർ സെക്യൂരിറ്റി ഫീൽഡ് ചെയ്യണത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യില്ലേ? ഡെഫിനറ്റ്ലി ഹെൽപ്പ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കോഴ്സസിൻ്റെ എണ്ണം കുറവാണ്. സോ സീറ്റ്സിൻ്റെ എണ്ണവും അത്ര തന്നെ ലിമിറ്റഡ് അല്ലേ? അപ്പോൾ ഇത്രയും ആൾക്കാർ എനിക്ക് സൈബർ സെക്യൂരിറ്റി വേണമെന്ന് പറയുന്ന സമയത്തേക്ക് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ചാലഞ്ച്. പ്രാക്ടിക്കലി പോസിബിൾ അല്ല അത്. സോ അതിൻ്റെ ഒരു ചാലഞ്ച് എപ്പോഴും ഉണ്ട്. ഓക്കെ, ഇതേ സെയിം കേസ് ഉണ്ടല്ലോ നമുക്ക് AI വരുമ്പോഴും സെയിം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അത്ര തന്നെ കോമ്പറ്റീറ്റീവാണ്. കോഴ്സസിൻ്റെ എണ്ണം പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കമ്പയർ ചെയ്യുമ്പം. ഈ സൈബർ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്യാവശ്യം കോഴ്സസ് ഉണ്ട്, പക്ഷേ എന്നാലും കോമ്പറ്റീറ്റീവാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആൾക്കാർക്ക് അഡ്മിഷൻ അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പം S7-ലോ മേ ബി ഫോർ ദാറ്റ് മാറ്റർ S6-ലോ S7-ലോ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഐ സജസ്റ്റ് ദം ഇപ്പോൾ തൊട്ടിട്ട് തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ നേരത്തെ പറഞ്ഞ രീതിയിലേക്കുള്ള പ്ലാനിങ് ഇപ്പം തൊട്ടിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പം ജർമ്മനിയിലേക്ക് ഇപ്പം പ്ലാൻ ചെയ്യുന്ന ഒരാളോട് കറന്റ് സിറ്റുവേഷൻ ജർമ്മനി നമുക്ക് എങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇത് എനിക്കൊന്ന് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു സ്വർഗ്ഗരാജ്യമാണെന്ന് വെച്ചിട്ട് ആരും അങ്ങോട്ട് പോകണ്ട. ജർമ്മനിയിൽ ആഭ്യന്തര കലാപം നടക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്തേക്ക് ഐ ഡോണ്ട് തിങ്ക് സോ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. ആ എൻക്വയറി ചെയ്യുന്ന അധികം ആൾക്കാരും 50%, 55% വെച്ചിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എടുത്ത് തരുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വി ഡോണ്ട് ഡു ഇറ്റ്.